കേരളത്തിലെ ഏറ്റവും വലിയ പോര് നടക്കുന്നത് കളത്തിലല്ല, ഇപ്പൊ ഫേസ്ബുക്കിലും ആണെന്നാണ് ഒരു ടോക്ക്. ഫേസ്ബുക്കിലേ പറ്റുള്ളന്നൊക്കെയാ പറയുന്നത്. നേരിട്ട് സംവാദം നടത്താൻ പറ്റില്ല. അപ്പൊ നേരിട്ട് സംവാദത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിളിക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. വീഡിയോ സജഷൻ പറഞ്ഞു എന്നാ പിന്നെ സ്ഥലവും നീ കുറിക്കും, ഞാൻ അവിടെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് നല്ല പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിലെ കുറിച്ച് എനിക്ക് അതൊക്കെ നടക്കുള്ളൂ എന്നുള്ള ലൈനില്. അപ്പൊ എനിക്ക് തോന്നണതേ സംവാദത്തിനൊന്നും ഇവിടെ ഒരു അതായത് ഇല്ല എന്നാണല്ലേ മൊത്തത്തിൽ തോന്നുന്നത്. അതായത് സംവാദം ഫേസ്ബുക്കിലാണെങ്കിൽ എളുപ്പമാണല്ലോ, വളരെ എളുപ്പമാണല്ലോ. അതൊരു PR വർക്ക് ചെയ്യുന്ന പോലെ ഫേസ്ബുക്കിലൊക്കെ കാര്യം നടത്താൻ വേണ്ടി. പിന്നെ ബാക്കി ഇട്ട് കൊടുത്താൽ മതി, ബാക്കി നമ്മുടെ ടീംസ് ഏറ്റെടുത്തോളും. അല്ല, അതിന്റെയാണ് ഈ പത്രസമ്മേളനമൊക്കെ ശ്രദ്ധിച്ചായിരുന്നു ദിവസങ്ങളിലേക്ക്. കാരണം ഈ കേറിവാട മക്കളെന്ന് പറഞ്ഞ ലൈനിൽ നിന്നൊക്കെ മാറി കേറിവാട മക്കൾ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങി പോടാന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ധാർഷ്ട്യവും വെച്ചാൽ മുഖ്യമന്ത്രി ഇത്രയും കൂടുതൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള ആളാണെന്നൊക്കെ പിണറായി വിജയനെ കുറിച്ച് സത്യത്തിൽ ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട്. പക്ഷെ അത് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കോവിഡ് സമയം മുതൽ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ എന്നാണ് ഒരു വിമർശനം ഉന്നയിക്കുന്ന ചോദ്യത്തിന്, ഇല്ലെങ്കിൽ ഒരു വസ്തുനിഷ്ഠാപരമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യത്തിന് എന്തെങ്കിലും വസ്തുനിഷ്ഠപരമായ മറുപടി നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? അതൊരു പ്രീ പ്ലാൻഡ് അല്ലാത്ത സന്ദർഭങ്ങളിൽ, അതായത് മുഖ്യമന്ത്രി വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും, അതിനുപരിയായിട്ട് 1-2 ചോദ്യങ്ങൾക്ക്, അതെങ്ങനെയാണ് നമുക്ക് താല്പര്യമുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയുന്നത്. ഇപ്പൊ തന്നെയും മറുപടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രമേ ഉള്ളൂ. അതായത് 2 ചോദ്യം ഇവിടെയും 1 ചോദ്യം ഇവിടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി ആരും ചോദിച്ചാലും പറയില്ല. അവരുടെ ചോദ്യം കേട്ടായിരുന്നു വളരെ കൃത്യമായി. അതായത് മുഖ്യമന്ത്രിക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കൃത്യമായ PR വർക്ക് എന്ന് തോന്നിപ്പിക്കുന്ന UDF നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ, കോൺഗ്രസ് നമ്മളിനെ വാക്ക് പാലിക്കുന്നതിൽ അവർ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചോദ്യം വരുന്നത്. അത് ഞാൻ പറയുന്നത് ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ ഇപ്പൊ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട SDPI ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ചോദ്യം ചെയ്യാനുണ്ടാവും. ഈ ചോദ്യം ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ എന്നോടൊന്നും അല്ലത് ചോദിക്കും, പിന്നെ ആരോടെ ചോദിക്കേണ്ടത്? ഞാൻ പറയുന്നത് ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോകണ്ട, ഇനി അതവിടെ മാറ്റി നിൽക്കട്ടെ. പക്ഷെ ഒരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി നമ്മൾ എന്താണെന്ന് മോദിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാർത്താ സമ്മേളനങ്ങളിൽ നടക്കില്ല, ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യില്ല, ഒന്നിനും അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്നത് ആരാണ്? ഈ വിമർശിക്കുന്ന ആൾക്കാര് അങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ളതിലാണ് കാര്യം എന്ന് പറയുന്നത്. അതായത് സ്വാഭാവികമായിട്ട് അങ്ങനെ വിമർശിക്കുന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ ഇതിനോട് ഇടപെടാനും സംസാരിക്കാനും സമ്മതിക്കാനുമുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണമല്ലോ. ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശ്രമം ഉണ്ടാവണം. അതില്ലാതെ അതിന് പകരം ഇത് എന്നോട് ചോദിക്കേണ്ടത്, ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്, വേറെ ആരും ചോദിക്കാൻ ഇപ്പം ആ സംഭവം. അതായത് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ വാർത്താ സമ്മേളനത്തിൽ പോലും അങ്ങനത്തെ ഒരു സംവാദം പോയിട്ട് അങ്ങനെ ഒരു ചോദ്യത്തെ നേരിടാൻ പാടില്ല സാധ്യതയില്ലാത്തൊരു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്, ഫേസ്ബുക്കിലേക്ക് ശരി വരാന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ ഫേസ്ബുക്കിന്റെ കാര്യമാണ് ആലോചിച്ചത്. ഇപ്പം PR വർക്ക് ആണെങ്കിൽ എളുപ്പം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ കണ്ടിട്ടില്ലേ, അപ്പൊ ഹർഷനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, നാട്ടിലെ എല്ലായിടത്തും ഒരു 200 മീറ്റർ 500 മീറ്റർ ഇടവിട്ട് നമുക്ക് മൊത്തം ഹോർഡിങ്ങുകളാണ്. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ OTT-ൽ ഒരു സിനിമ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്തും വന്നു പോസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അപ്പം വരും ഈ പരസ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് ഇത് നമ്മുടെയൊക്കെ നികുതിപ്പണം ഈ പരസ്യം എന്ന് പറയുന്നത്. ഈ പരസ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ പരസ്യത്തിൽ ആരെയാണ് ഇതിന്റെ ഒരു ബെനിഫിഷ്യറീസ് ആക്കുന്നത്? അതായത് ഇപ്പൊ ഹർഷയ്ക്ക് ഞാൻ ഒരു 1000 രൂപ തന്നു. ഹർഷ എന്താണ് പറയുന്നത്? ഞാനൊരു അവകാശപ്പെട്ട 1000 രൂപ ഞാൻ നിനക്ക് തരുന്നു. ഉടനെ ഞാൻ എന്താക്കുവാണ്, അപ്പൊ നീ അത് നിന്റെ അവകാശം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചു വെക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇല്ലെങ്കിൽ പ്രചരണം നടത്തുന്ന സമയത്ത് പറയുകയാണ്, കണ്ടില്ല ഞാൻ 1000 രൂപ കൊടുത്തു, കണ്ടില്ല ഞാൻ 1000 രൂപ കൊടുത്തു, 100 തവണ വിളിച്ച് പറയാണ്. ഇത് ആരാണ്? അതായത് ഔദാര്യം വാങ്ങിക്കുന്ന ഒരാൾക്കാരായിട്ട് ഇവിടെ ആനുകൂല്യം പറ്റുന്നവരെ മാറ്റുക. ശരിക്കും അവരുടെ കേസിലൊക്കെ നമ്മൾ അത് ഭയങ്കര ടൗൺഷിപ്പ്. അതായത് നമ്മുടെ ഈ എറണാകുളത്തും ആലപ്പുഴയിലും ഇല്ലെങ്കിൽ മൊത്തമുണ്ട്. നമ്മൾ വയനാട്ടിലെ ടൗൺഷിപ്പ് സാക്ഷാത്കരിച്ചു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ല പ്രവർത്തനമാണ്. കാരണം ദുരന്തത്തെ നേരിടാൻ ഈ സർക്കാർ കാണിച്ചിട്ടുള്ള ഒരു ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശംസിക്കേണ്ടത് തന്നെയാണ്. അത് ഇപ്പോഴല്ല, പ്രളയം വന്ന സമയത്തും ഇപ്പോഴൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഇതുവരെ നേരിട്ടിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ പലതരത്തിലുള്ള പാളിച്ചകളുണ്ടായി പോലും സ്റ്റിൽ നമുക്കതിനെ പ്രശംസിക്കേണ്ടതാണ്. പക്ഷേ ഇതാരാണ് വീട് വെച്ച് കൊടുക്കേണ്ടത്? അതായത് ദുരന്തബാധിതരായിട്ടുള്ള ഒരു നാട്ടിൽ ദുരന്തം വന്നു, ആ ദുരന്തം വന്നിട്ട് ദുരന്തബാധിതരായിട്ട് വീട് വെച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അല്ലെങ്കിൽ അതിനുവേണ്ടി ഫണ്ട് ആരാണ് കൊടുത്തത്? നമ്മളൊക്കെ ഫണ്ട് കൊടുത്തത് എങ്ങോട്ടാണ്? സ്വാഭാവികമായിട്ടും ദുരിതാശ്വാസ നിധിയിലേക്കാണ്.
ആ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. അത് എങ്ങനെയാണ് സർക്കാരിൻ്റെ ഔദാര്യമായിട്ട് പ്രൊപ്പഗൻഡയായിട്ട് PR-ആയിട്ട് പ്രചരിപ്പിക്കാൻ സാധിക്കുക? അതായത് ഒരു സർക്കാർ വീട് വെച്ച് കൊടുക്കുന്നത് അത് വാങ്ങിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥയെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വീട് നമുക്ക് നമ്മുടെ അവകാശം, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ ഒരു സർക്കാർ നമുക്ക് തന്നിട്ടുള്ള ഒരു താങ്ങ് എന്നുള്ള രീതിയിലല്ല, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു സഹായം എന്നുള്ള ഉപരിയായിട്ട് ഒരു ഔദാര്യം എന്നുള്ള നിലയ്ക്ക് സർക്കാർ തന്നെ നമുക്ക് വീട് വെച്ച് തന്നു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആ വീടിന്റെ അവസ്ഥ ശ്രദ്ധിച്ചായിരുന്നു. 178 വീടുകൾ പണിതോടത്തിൽ പലയിടത്തും ഒന്നുമില്ല, വെള്ളമില്ല, കറണ്ടില്ല, ഒന്നുമില്ല. അവിടെ താമസിക്കേണ്ട ആൾക്കാർ അന്ന് വന്ന് കരഞ്ഞ് അത് തന്നെ PR വർക്കായിട്ട് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് അതായത് ഒരു രാജാക്കന്മാര് മറ്റേ എന്തോ വന്ന് എനിക്കത് കണ്ടപ്പോൾ സത്യം ഇത് ഒരു മറ്റേ എന്തോ താക്കോല് വാങ്ങിച്ച് നമ്മൾ തൊഴുത് നിൽക്കുന്ന മാതിരി എന്തോ നമുക്ക് അവർ തരുന്ന ഒരു ഔദാര്യം വാങ്ങിക്കുന്ന ഒരാൾക്കാർ എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഈ സാധനം കൊണ്ടുപോവുകയും ഇതിനെന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് സർക്കാർ ഇത് ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതിൽ. പക്ഷേ അതിനെ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഔദാര്യം എന്നുള്ള നിലയ്ക്ക് ട്രീറ്റ് ചെയ്യപ്പെടുന്നതാണ് പ്രശ്നം. എന്നിട്ടോ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഓടിപ്പിടിച്ച് നടന്ന് ഉദ്ഘാടനം നടത്തി. എന്നിട്ട് ഏതെങ്കിലും വീട് ഇവരൊക്കെ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ എന്തിനായിരുന്നു അത്? അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്കൊരു പ്രൊപ്പഗൻഡയായിട്ട്, നിങ്ങൾക്കൊരു PR-ആയിട്ട് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയായി മാത്രം ഇതിനെ നിങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കാണുന്നതിൽ ബെനിഫിഷ്യറൈസ് നിൽക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയെക്കുറിച്ചും കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് ഒരു അവരോടൊരു ബഹുമാനം പോലും ഇല്ലാത്ത രീതിയിലുള്ള. അതിൽ ഇപ്പൊ ഇവര് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോക്ക്, കോൺഗ്രസ് വീട് വെച്ച് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ മുസ്ലിം പല ആളുകളും വ്യക്തിപരമായിട്ട് കൊടുത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വ്യക്തിപരമായിട്ട് കൊടുക്കുക എന്നുള്ളതിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടികൾ കൊടുക്കുന്നതെന്നൊക്കെ വ്യത്യസ്തമാണല്ലോ. ഒരു ഗവൺമെന്റ് അവർക്ക് അവകാശപ്പെട്ട എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പൊ കോൺഗ്രസ് വെച്ച് കൊടുത്തു, അത് അക്കൗണ്ടബിലിറ്റി ഉള്ള കാര്യം തന്നെയാണെന്ന്. കാരണം നമ്മുടെ നാട്ടിലൊരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നു, ഞങ്ങളിത് ആ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഫണ്ട് എവിടെയെന്ന് പൊതുജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ആ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട്. അതവരും ബാധ്യപ്പെടുത്തുക. അത് അതിനകത്ത് അവര് ഒരു പോയിന്റിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവർ മറുപടി പറഞ്ഞു വിട്ടു. കാരണം അത് പാർട്ടി ഫണ്ടല്ല, ജനങ്ങളും കൂടെ പിരിച്ചെടുത്ത ഫണ്ടാണ്. അവർ പല രീതിയിൽ പിരിച്ചെടുത്ത ഫണ്ടാണ്. സോ അവരോട് അത് എവിടെയെന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിക്കും. പക്ഷേ അവിടെ ഇപ്പോൾ മുസ്ലിം ലീഗ് വീട് വെച്ചിട്ടുണ്ട്, നമ്മൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ പല സംഘടനകൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ മറ്റേ ചുരൽമല മാത്രമൊന്നുമല്ല, പുത്തുമലയിലാണെങ്കിലും കവളപ്പാറയാണെങ്കിലും കേരളത്തിൽ ദുരന്തങ്ങൾ നടന്നിട്ടുള്ള പല സ്ഥലങ്ങളിലും പല സംഘടനകൾ, മതസംഘടനകളും അല്ലാതെയുള്ള സമുദായ സംഘടനകളും ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ സാധാരണ ഈ NGOs പോലുള്ള ആൾക്കാർ, ഇവരൊക്കെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 2 വീടായിരിക്കും അങ്ങനെ. പക്ഷേ ഇതിനെല്ലാം ഇത് പറയുമ്പോൾ പോലും സർക്കാർ വീട് വെച്ച് കൊടുക്കുന്ന വീടുകൾക്ക് ആയിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താനേ പാടില്ല. കാരണം വെച്ചാൽ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ നമ്മൾ പിന്നെ എന്തിനാണ് ഒരു സർക്കാരിനെ ഏൽപ്പിക്കുന്നത് വെച്ചാൽ ഈ ഒരു കാര്യം ചെയ്യാൻ ചുമതലപ്പെട്ടവരാണ് അവരുടെ ഉത്തരവാദിത്തമാണത്, ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നടത്തിയതിനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യവുമായി ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്യാൻ മറ്റേതും അക്കൗണ്ടബിൾ അല്ല എന്നുള്ളതല്ല, അക്കൗണ്ടബിൾ ആണ്. പക്ഷെ അതിനെ താരതമ്യം ചെയ്യുന്നത് ഒട്ടും നല്ല കാര്യമില്ല. ഇത് മാത്രമല്ല, അതിനെ ഭയങ്കരമായിട്ട് PR-ന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉള്ളപ്പം ഈ PR ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പറയുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ വാർത്താ സമ്മേളനങ്ങളിൽ അത്ര ഈസി അല്ല. ഈ വാർത്താ സമ്മേളനങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ രാഗേഷും അതേപോലെ തന്നെ എം പി രാജേഷും ബൽറാമും തമ്മിലും ഒരു ഇതുണ്ടല്ലോ. അല്ല, ബൽറാമിനെ കുറിച്ച് എക്കാലത്തുള്ള ഫേസ്ബുക്കിൽ സംവാദം നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ബൽറാം എന്ത് ചെയ്ത് രാജേഷിനെ രാജേഷ് ബൽറാമിനെ സമ്മതത്തിന് വിളിക്കുന്നു. അപ്പോൾ ബൽറാം പറയുന്ന ഒരു കാര്യം, VD സതീശനും അതായത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി തമ്മിലുള്ള സംവാദം കഴിയട്ടെ, പിറ്റേ ദിവസം നമുക്ക് സംവാദം നടത്താന്നുള്ളത്. ഇവർ തമ്മിലുള്ള സംവാദം. അപ്പോൾ ഉടനെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞില്ല, ഞാൻ ഫേസ്ബുക്ക് സംവാദത്തെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അതോടുകൂടി മറ്റേതും കഴിഞ്ഞു. അപ്പൊ അതോടുകൂടി ആ സമ്മതത്തിനുള്ള ഒരു പോസിബിലിറ്റി എന്നുള്ള സാധനമൊക്കെ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അത് നേരിടണമല്ലോ ഒരു സാധനത്തെ, ഒരു ചോദ്യത്തെ സഹിഷ്ണുതയോടുകൂടി നേരിടുക, ജനാധിപത്യ മര്യാദയോടുകൂടി റെസ്പോണ്ട് ചെയ്യാന്നൊക്കെ ഉള്ളത്. അത് ആരാണ് ഏറ്റവും കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കാലം അക്കൗണ്ടബിൾ ആവുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ക്യാപ്റ്റൻ ആയിട്ടുള്ള പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തത്തോടുകൂടി പ്രതികരിക്കണം എന്നേ ആൾക്കാർ പറയുന്നുള്ളൂ. പക്ഷെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോഴാണ് ആൾക്കാർ വിമർശനവുമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ വിമർശനങ്ങൾ വരുമ്പോൾ മിണ്ടാതിരിക്കുകയോ അതിനോട് പരുഷമായി പ്രതികരിക്കുകയോ ചെയ്യാതെ അതിന് വേണ്ട രീതിയിൽ ഡീൽ ചെയ്യാതിരിക്കുന്നത് ഒരു കുറവ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഞാൻ പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ജനം. അപ്പം എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രതികരണം വരിക എന്നുള്ളത് ശരിക്കും സത്യത്തിൽ തെരഞ്ഞെടുപ്പിലും കൂടി ഇത് ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിലും കണ്ടറിയാം എങ്ങനെയായിരിക്കും ഇതൊക്കെ ബാധിക്കുന്നതെന്ന്.